ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് നമ്മൾ ഓണം വെക്കേഷൻ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പം എല്ലാ എൻജോയ്മെന്റും അടിപൊളിയായി നടക്കട്ടെ. അപ്പൊ ഇന്ന് മിസ് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് ഒരു 3ഓളം ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഓണം എക്സാമിന്. അപ്പൊ ഇനി സ്കൂൾ തുറന്നാൽ മക്കൾക്ക് ഫസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള കുറച്ചൊരു ഇൻഫോർമേഷൻ, അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സ്ക്രീനിൽ കാണുന്നില്ലേ? എക്സിക്യൂട്ടീവ് അല്ലെ? എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ മക്കളെ, എന്താണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഓർഗൻ ആണ്. ഗവൺമെന്റിന് ഒരു ഓർഗൻ മാത്രമല്ല, ഒന്നിലധികം ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ. ഇങ്ങനെ 3 ഓർഗൻസ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ഗവൺമെന്റിനുള്ളത്. അപ്പം ഗവൺമെന്റിന്റെ 3 ഓർഗനില് ഒരു പ്രധാനപ്പെട്ട ഓർഗൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയാം അല്ലേ? അപ്പൊ മക്കളെ, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നോക്കിയേ, അവരുടെ ജോലി എന്താണെടാ? നമ്മുടെ ലെജിസ്ലേറ്റർ പാസ്സാക്കുന്ന, നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളും അതേപോലെ പോളിസീസ്, പദ്ധതികളും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് എക്സിക്യൂട്ടീവിന്റെ ജോലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? സ്ക്രീനിൽ ശ്രദ്ധിച്ചേ, എക്സിക്യൂട്ടീവ് ഒരു ഡ്യൂട്ടി കൂടെ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ പോളിസികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗമാവുന്നുണ്ട് അല്ലെ? ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസീസ് ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പിന്നെ പറയുന്നത്? ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് പറയുമ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അതേപോലെ തന്നെ പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ്, അവർ മാത്രമല്ല ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. വേറെ ആരൊക്കെ ഉണ്ടാവും ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചില്? നമ്മുടെ സിവിൽ സർവൻസ്, IAS, IPS ഓഫീസേഴ്സ് ഒക്കെ അല്ലേ? അവരൊക്കെ നമ്മളെ എക്സിക്യൂട്ടീവ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് നോക്കാം. പലതരത്തില് നമ്മുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവാ. മക്കളെ, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവില് പേര് കേൾക്കുന്നത് പോലെ തന്നെ ഒരു സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആയിരിക്കും. അവര് ഭയങ്കര പവർഫുൾ ആയിരിക്കും, എഫക്റ്റീവ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഏതൊക്കെ കൺട്രികളിലാണ് ഇത്തരത്തിലുള്ളത്? നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സില്, ബ്രസീലില്, അതേപോലെ തന്നെ മോസ്റ്റ് നാഷൻസ് ഇൻ ലാറ്റിൻ അമേരിക്കയിലെ അധിക നാഷൻസിലും ഇതേ രീതിയിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് നമുക്ക് കാണാൻ സാധിക്കാം. അതൊരു ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവാണ്. അടുത്തത് എന്താണ്? സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ് മക്കളെ പറയുന്നത്. സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവില് ഇവിടെ ജനങ്ങളായിരിക്കും ആരെ? നമ്മുടെ പ്രസിഡന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നത്. അപ്പം ഈ പ്രസിഡന്റും അതേപോലെ പ്രൈം മിനിസ്റ്ററും ചിലപ്പോൾ ഒരേ പാർട്ടിയിൽ നിന്ന് വന്ന ആളുകളാവാം, അല്ലെങ്കിൽ വ്യത്യസ്ത പാർട്ടിയിൽ നിന്ന് വന്ന ആളുകളാവാം. ഇത് ഏതൊക്കെ രാജ്യങ്ങളിലാണ്? നമ്മുടെ ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്കയിലൊക്കെ സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പാർലമെന്ററി സിസ്റ്റം ആണ്. പാർലമെന്ററി സിസ്റ്റത്തിൽ ഒരു സ്റ്റേറ്റിന്റെ അഥവാ ഒരു കൺട്രിയുടെ തലവൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇന്ത്യയിലുള്ളത് പോലെ അല്ലെ? അവരായിരിക്കും കൂടുതൽ പവർഫുൾ. ഇവിടെ പ്രസിഡന്റ് എന്തായിരിക്കും? ഒരു നോമിനൽ ഹെഡ് മാത്രമായിരിക്കും. പവർ ആരെ കയ്യിലായിരിക്കും ഉണ്ടാവുക? നമ്മുടെ പ്രൈം മിനിസ്റ്റർ കയ്യിലാണ് ഉണ്ടായിരിക്കാം. ലൈക്ക് നമ്മുടെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, പോർച്ചുഗൽ, ഇവിടെയൊക്കെ ഈ ഒരു പാർലമെന്ററി സിസ്റ്റമാണ് നടപ്പിലാവുന്നത്. അപ്പൊ മക്കളെ, എന്താണ് എക്സിക്യൂട്ടീവ് എന്നും എക്സിക്യൂട്ടീവ് പലതരത്തിൽ ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. സോ ഈ ഒരു കോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.